ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ നമ്മുടെ വീഡിയോ ബ്രോ തിരിച്ച് കുവൈറ്റിലേക്ക് പോകുന്നൊരു വീഡിയോ ആണ്. ഞാനും അമ്മീനായും കുഞ്ഞി ഐസുട്ടനും കൂടെ മേളി മാമമാരുടെ വീട്ടിൽ കറിവേപ്പിലൊക്കെ പിച്ചാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതാ ഈ കാണുന്നത് തട്ടത്തുമലയാണ്. അപ്പോൾ അവിടെ നിന്നിട്ട് തിരിച്ച് ഞങ്ങൾ വീഡിയോ എടുക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. നല്ലൊരു വ്യൂ ആണ്. അതിൻ്റെ കൂടെ കാക്കയൊക്കെ പറക്കുന്നതും പിന്നെ പള്ളിയുടെ മിനാരവും ഒക്കെ കാണാനായിട്ട് നല്ല ഭംഗിയാണ്. പണ്ടൊക്കെ ഈ കയറ്റവും ഇറക്കവും ഒക്കെ ഒറ്റ ഓട്ടത്തിനും ഒറ്റ കയറ്റത്തിനും കയറുന്നതാണ്. ഇപ്പം പറ്റത്തില്ല. പിന്നെ കുഞ്ഞി ഐസൂട്ടിനെ അവിടെയൊക്കെ നിന്ന് കളിച്ചാണ് നമ്മൾ കയറിപ്പോയത്. പിന്നെ ഓരോ കാഴ്ചകളൊക്കെ നമ്മളിങ്ങനെ കാണിച്ചു കൊടുത്തു. കാക്ക പറക്കുന്നതും ശബ്ദങ്ങളും ഒക്കെ ഇങ്ങനെ കാണിച്ചു കൊടുത്തു. സന്ധ്യസമയമാണ് നമ്മൾ കയറിപ്പോയത്. അപ്പോൾ അതിൻ്റെ ഒരു കിളികളുടെയൊക്കെ ബഹളങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ കേൾപ്പിച്ചിട്ടൊക്കെയാണ് കയറിപ്പോയത്. അപ്പോഴത്തേക്കും പിന്നെ മാമ കറിവേപ്പിലയൊക്കെ പിച്ചി, പിന്നെ ഇതാ അമ്മയുടെ മാമ ആണെങ്കിൽ എനിക്കിങ്ങനെ പിച്ചി ചുരുട്ടി ഇങ്ങനെ തരുവാണ്. പിന്നെ ഇതാ ഈ ഒരു കാഴ്ച കണ്ടോ, നമ്മൾ ഈ പടത്തിലൊക്കെ കാണുന്നത് പോലുള്ളൊരു കാഴ്ചയായിട്ട് എനിക്ക് തോന്നി. അപ്പം ഞാൻ ചുമ്മാ വീഡിയോ എടുത്തതാണ്. പിന്നെ മാമിയുടെ അങ്ങ് കയറി മാമി ഓലോലിക്കൊക്കെ തന്നു. പിന്നെ അതും വാങ്ങിച്ചിട്ട് പിന്നെ വീട്ടിലേക്ക് ഇങ്ങ് വന്നു. വീട്ടിൽ വന്നപ്പോഴത്തേക്ക് അമ്മയും കൂടെ ഇറച്ചി വരട്ടിയെടുക്കുകയും അച്ചാറൊക്കെ കോരി മാറ്റിയൊക്കെ ചെയ്യുമായിരുന്നു. അതിൻ്റെ ഇടയിൽ കുഞ്ഞി ഐസുട്ടനും അടിയും ഇടിയും സ്നേഹപ്രകടനങ്ങളും ഒക്കെ നടക്കുവാണ്. ദാ ലേഹ വാവ ചെണ്ട കൊട്ടുന്ന കുരങ്ങൻ്റെ ചെണ്ടയുമായിട്ടും ലേറ വാവ കമന്നും കിടക്കുവാണ്. പിന്നെ അത് കഴിഞ്ഞ് നാത്തൂനും ചിന്നമ്മായും എല്ലാവരും കൂടെ ഉരട്ടി ഉണ്ടാക്കുവാണ് ഞങ്ങളേക്ക് കൊണ്ടുപോകാനായിട്ട്. പിന്നെ ദാ ഇവിടെ ഇങ്ങനെ പാക്കിംഗ് സെക്ഷൻ ഒരിടത്ത് നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ബ്രോ പോയി ചിന്നമ്മായും മക്കളെയൊക്കെ വിളിച്ചുകൊണ്ട് വന്നു. അപ്പോൾ ഡോണട്ടും ഹൽവയൊക്കെ വാങ്ങിക്കൊണ്ട് വന്നു കഴിക്കാനായിട്ട്. അങ്ങനെ ചായ ഇട്ട് അതും കഴിച്ചുകൊണ്ടിരിക്കുവാണ്. പിന്നെ ഒരു സൈഡിൽ ചിന്നമ്മ ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുന്നുണ്ട്. പിന്നെ ബ്രോ ആണെങ്കിൽ പാക്കിങ്ങും റാപ്പിങ്ങും ഒക്കെ ചെയ്യാനായിട്ടുള്ള പരിപാടീസാണ്. ഇപ്പോഴാണ് കൊച്ചത്തായും ഷാനു ബ്രോയും ബ്രോയുടെ ഫ്രണ്ടും എല്ലാം കൂടെ വന്നത്. പിന്നെ കൊച്ചത്ത് അതാ കുഞ്ഞിയുടെ ഉടുപ്പൊക്കെ വീശി കൊടുക്കുവാണ്. നനഞ്ഞത് അവൾ ഊരണോന്ന് പറഞ്ഞപ്പോൾ അതാ ഈ കാറ്റടിച്ചാൽ മതിയെ ഉണങ്ങിക്കോളൂ എന്നും പറഞ്ഞ് കൊച്ചത്ത് അവളുടെ ഉടുപ്പൊക്കെ ഇങ്ങനെ വീശി കൊടുക്കുവാണ്. പിന്നെ അനസ് ബ്രോ വന്നു. അങ്ങനെ ഒരു വിധത്തിൽ പാക്കിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു. പിന്നെ എല്ലാവരും എയർപോർട്ടിൽ പോകാനായിട്ട് റെഡിയായി. ഞാൻ ആദ്യം പോകുന്നില്ല എന്ന് പറഞ്ഞ് നിന്നതാണ്. അപ്പം പിന്നെ ഐസൂട്ടിന് കരച്ചിലും ബഹളമായി. അങ്ങനെ പിന്നെ ഞാനും കൂടെ ഇറങ്ങി. നാത്തവും വന്നില്ല. അപ്പം ലേഹാമാവ കരയുമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. ബ്രോ പറഞ്ഞു വരണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ ചിന്നമ്മയുടെ മക്കളും അമീനായും ഞാനും മാഷിക്കും സലീമാമ്മായും അത്തായും അമ്മായും എല്ലാവരും കൂടെയാണ് പോയത്. പിന്നെ നമ്മളോടൊക്കെ യാത്ര പറഞ്ഞു. കുഞ്ഞുങ്ങൾക്കൊക്കെ ഉമ്മ കൊടുത്ത് മാമായൊക്കെ കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്തപ്പോൾ ചെറിയൊരു വിഷമം വന്നു. പിന്നെ അവനകത്തോട്ട് കയറിപ്പോയി. പിന്നെ നമ്മളിങ്ങനെ പോകുന്നതും നോക്കി ഇങ്ങനെ നിന്നു. അതൊരു വല്ലാത്തൊരു ഫീലിങ്സ് ആണ്. പിന്നെ എനിക്കൊരാശ്വാസം, ഞാനും 2 മാസം കഴിഞ്ഞ് പോകുമല്ലോ എന്നുള്ളൊരു സമാധാനം ഉണ്ട്. അവനെ കാണാമല്ലോ എന്നുള്ളൊരു ഇത്. പിന്നെ നമ്മൾ അവിടെ നിന്ന് വന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ, ടാറ്റാ.